നമസ്കാരം എല്ലാവർക്കും. സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാഗിക്ക് മുമ്പിൽ തുളസി ചെന്നിട്ട് ചോദിക്കുന്നു, ഒരു ചേച്ചി ഡിവോഴ്സിന് തയ്യാറാകുമോ? രാജീവേട്ടന് ഇങ്ങനൊരു മുഖം ഇതുവരെയും കണ്ടിട്ടില്ല, എന്താണ് രാജീവൻ സാറിന് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലതാണെന്നും എല്ലാവർക്കും സമാധാനം വേണ്ടേ തുളസി? എനിക്കും വേണം സമാധാനം. രാജീവേട്ടന് കുട്ടികളെയോ സ്വത്തോ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇനി എന്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്? എനിക്ക് എൻ്റെ കുട്ടികളെ കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അച്ഛൻ ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ്, ഞങ്ങളെ അച്ഛന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അച്ഛനെ പിരിയാൻ തയ്യാറാകണമെന്നും അച്ഛന് വേറൊരു ജീവിതം മുമ്പിൽ കാണുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ഇനി അച്ഛൻ്റെ കാര്യം പറയണ്ട എന്നും അച്ഛനെ അച്ഛൻ്റെ വഴിക്ക് വിടാനെന്നും പറഞ്ഞ് കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരയുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ശ്രീജ വള്ളി പുള്ളി വിടാതെ ഈ സന്തോഷ വാർത്ത ജയയെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്യുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാജീവേട്ടനോട് ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ടുണ്ടെന്നും ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ രാഗിയെ തള്ളി പറഞ്ഞെന്നും ഇനി നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായെന്നും രാജീവേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ, കുട്ടികളെ വരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. അയ്യോ, എനിക്ക് കേട്ടിട്ട് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യുന്നില്ല ശ്രീജെ, നീ ഒരു കാര്യം ചെയ്യേണ്ട, അൽഫാമും മേടിച്ചുകൊണ്ട് വേഗം ഇങ്ങോട്ട് വാ എന്നും പറയാട്ടോ ചെയ്യുന്നത് ജയ. പിന്നീട് ശ്രീജ പോയി വീണ്ടും രാജീവൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നന്നായി രാജീവേട്ട, ഇത്രയെങ്കിലും സ്ട്രോങ് ആയിട്ട് പറഞ്ഞല്ലോ, ഇത് നേരത്തെ ചെയ്യണമായിരുന്നില്ല, അങ്ങനെയായിരുന്നെങ്കിൽ ആരും രാജീവേട്ടൻ്റെ തലയിൽ കയറത്തില്ലായിരുന്നു, ഇപ്പോഴെങ്കിലും ചെയ്തത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആരതിയെയാണ് കാണിക്കുന്നത്. ആരതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാജേന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ഉടനെ ആരതി, ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് മൈൻഡെങ്കിലും ചെയ്തിട്ട് പോകാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അയ്യോ, ഞാൻ എന്താ നിന്നെ കുമ്പിട്ട് തൊഴണോ എന്ന് രാജേന്ദ്രൻ ആരതിയോട് ചോദിക്കുന്നു. കുമ്പിട്ടൊന്നും തൊഴണ്ട, ഇവിടുത്തെ കുടുംബകാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കാം, ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടെയും ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഞാനാണ് അമ്മയുടെ മകൻ, നീയല്ല മകളെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അയ്യോ, എന്നിട്ട് ഒന്നും ചോദ്യവും പറച്ചിലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയും. അതിനൊന്നും നേരമില്ലല്ലോ, നിങ്ങളെ ഇന്ന് IG എടുത്തിട്ട് പൊരിച്ചു എന്ന് കേട്ടു, നിങ്ങൾക്ക് IG-യുടെ വക നല്ല ശകാരം കിട്ടിയെന്നാണല്ലോ അറിഞ്ഞെന്ന് പറയുന്നു. ഉടനെ രാജേന്ദ്രൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഞാൻ അറിയും, നിങ്ങൾക്ക് മാത്രമല്ല അവിടെ ഇവിടെയും ആൾക്കാരുള്ളത്, എനിക്കുമുണ്ട് ആൾക്കാരെന്ന് പറയാട്ടോ ചെയ്യുന്നത് ആരതി. സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ നാണം കെടുത്താൻ നോക്കിയപ്പോഴത്തേക്കും അത് കയ്യോടെ പിടികൂടി. അത് IG പൊക്കി. IG നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മനഃപൂർവ്വമാണ് രാജീവനെ കൊടുക്കാനായിട്ട് നോക്കിയതെന്ന്. അത് എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. നിനക്ക് ആ വീഡിയോ കിട്ടിയോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ശശീന്ദ്രൻ്റെ ഭാര്യയാണ് എനിക്ക് ആ വീഡിയോ തന്നത്. ശശീന്ദ്രൻ രഹസ്യമായിട്ട് എടുത്തതാ, എൻ്റെ പേഷ്യൻ്റാണ് അങ്ങേരുടെ ഭാര്യ, അതുകൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങളെ ഞാൻ പൊളിച്ചെടുക്കും, തെളിവ് സഹിതം എല്ലാവരുടെ മുമ്പിലിട്ടായിരിക്കും നിങ്ങളെ പൊളിച്ചെടുക്കുന്നത്. ഈ വീഡിയോ ഞാൻ നിങ്ങളെ പെങ്ങളെ ഒന്ന് കാണിച്ചാലോ? പെങ്ങളുടെ ജീവിതമല്ലേ നിങ്ങൾ നശിപ്പിക്കാനായിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. എനിക്കൊരു ഭയവുമില്ല, നിങ്ങൾ എന്നെയാണോ കൊല്ലുന്നത്, ഞാനാണോ നിങ്ങളെ കൊല്ലുന്നതെന്ന് കണ്ട് തന്നെ അറിയാമെന്നും നിങ്ങളുടെ ആ കാര്യം ഞാനൊരു തീരുമാനമാക്കുമെന്നും ആരതി വെല്ലുവിളിച്ചിട്ട് പോകുന്നുണ്ടോ. പിന്നീടാണെങ്കിൽ ആരതി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ രാജേന്ദ്രൻ പതുക്കെ നടത്തുന്നു. പെട്ടെന്നാണ് രാജേന്ദ്രനെ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് കൊച്ചേട്ടനെ കാണണമെന്നും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നും അതെനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട്, ജയേട്ടനോടും കൊച്ചേട്ടനോടുമായിട്ട് പറയണമെന്ന് പറയുന്നു. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. നീ സസ്പെൻസ് ഇടാതെ കാര്യം പറ രാഖി എന്ന് പറയുമ്പോൾ അതൊക്കെ വന്നതിന് ശേഷം സംസാരിക്കാമെന്നും ഞാൻ എടുത്ത തീരുമാനം ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറയാട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വേഗം വന്ന് രാജേന്ദ്രൻ പറയുന്നു. രാജേന്ദ്രൻ്റെ ഉള്ളിൽ വെപ്രാളം, ഇനി രാജീവനുമായിട്ട് അങ്ങനെ ഒന്നിച്ചാലോ എന്നുള്ളത്. പിന്നീട് കുട്ടികൾ വന്ന് രാജീവനോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ഞങ്ങളെ വേണ്ട അല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നീട് കുട്ടികളെ ചേർത്ത് നിർത്തുന്നു രാജീവൻ. എന്നിട്ട് പറയുന്നു, ഇവിടെ ഞാനൊരു അധികപ്പറ്റാണ് മക്കളെ, അച്ഛൻ ഒന്നിനും ഒരു അവകാശവുമില്ല, നിങ്ങളിൽ പോലും എനിക്കൊരു അവകാശമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. ഇതെല്ലാം രാഖി കേട്ടോണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ അമ്മ എനിക്ക് നിങ്ങളുടെ മേലെ ഒരു അവകാശവുമില്ല എന്നാണ് പറയുന്നത്, നിങ്ങളെ ഒന്ന് തൊടാൻ പോലും എനിക്കൊരു അധികാരവും ഇല്ല എന്ന് പറയുന്നു. അമ്മ ഇനി അച്ഛനോട് ഒരു വഴക്കിനും വരില്ല, അച്ഛൻ ഇവിടുന്ന് പോകരുത്, ഞങ്ങൾ അമ്മയോട് സംസാരിക്കാമെന്ന് ചിന്നു പറയുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല എന്നും അച്ഛൻ ഇവിടുന്ന് പോകുന്നതോടുകൂടി ഈ പ്രശ്നത്തിനൊരവസ്ഥ അവസാനം ഉണ്ടാവത്തുള്ളൂന്നും അച്ഛനും അമ്മയും തമ്മിൽ തല്ലിപ്പെരിയുന്നിടത്തല്ല മക്കൾ വളരേണ്ടതെന്നും അത് കാണേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നും നിങ്ങളെങ്കിലും സമാധാനമായിട്ട് വളരണം, അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പോകുന്നതെന്നുമൊക്കെ രാജീവൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന രാഖിക്ക് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് രാജീവനോട് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, എന്നെ പറ്റിയിട്ടുള്ള
കുറ്റങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോൾ കുറ്റക്കാരി ഞാനാണല്ലേ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഖി പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ കുട്ടികളെടുക്കെ രാഖി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഒന്നും നോക്കണ്ട, അച്ഛൻ പോണെങ്കിൽ പോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല, പിന്നെ നിങ്ങളെ നോക്കാൻ ഞാനുണ്ടെന്ന് പറയുന്നു, നിങ്ങളുടെ അച്ഛന് വേറെയും കുട്ടികളുണ്ടാവും അച്ഛ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്ന രാജീവന് ദേഷ്യം വരുന്നു. രാജീവൻ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖി നീ അതിരി കിടക്കുന്നു എന്ന് പറയും. എന്ത് അതിരി കിടക്കുന്നു എന്ന്, നിങ്ങളിപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഞാനാണ് തെറ്റുകാരി എന്നല്ലേ? ഓ നിങ്ങൾ വലിയ പുണ്യാളനാവാനല്ലേ നോക്കുന്നത്, നിങ്ങൾക്ക് ഈ ബന്ധം വേണ്ടെങ്കിൽ പൊക്കോ, അല്ലാതെ ഞാൻ എന്ത് പറയാനാന്ന് രാഖി പറയുന്നു. ഉടനെ രാജീവൻ പറഞ്ഞു, ഞാൻ പോവുക തന്നെ ചെയ്യും, നിന്നോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലായിരുന്നു, ഞാൻ എൻ്റെ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഉടനെ തന്നെ മാറി താമസിക്കുമെന്നും ഞാനൊരു വാടക വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നും രാജീവൻ തുറന്നടിക്കുന്നു. ഇത് കേൾക്കുന്ന രാഖിക്ക് ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ട് കേട്ടോ. രാജീവൻ അപ്പം രണ്ടും കൽപ്പിച്ചാണെന്ന് രാഖി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരെയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചോളാം എന്നും രാജീവൻ പറയുന്നുണ്ട് കേട്ടോ. എന്നെങ്കിലും നീ ഇതൊക്കെ ഓർത്ത് കരയേണ്ട ഒരു ദിവസവും ഉണ്ടാകുമെന്നും രാജീവൻ പറയുന്നു. ഓ ഇതിൽ കൂടുതലൊന്നും എനിക്ക് കരയാനില്ല എന്ന് രാഖിയും പറയുന്നു കേട്ടോ. പക്ഷേ രാജീവൻ പോകുന്ന കാര്യം നല്ല അതായത് തീരുമാനിച്ചുറപ്പിച്ച് പറയുന്നതാണെന്ന് അറിയുമ്പോൾ രാഖിയുടെ ഉള്ളൊന്ന് പിടയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവൻ ഈ വീട് വിട്ട് പോകുമെന്നൊന്നും രാഖി വിചാരിക്കുന്നില്ല. പക്ഷേ രാഖിയുടെ പെരുമാറ്റം അതിര് കടക്കുന്നത് കൊണ്ട് തന്നെ രാജേന്ദ്രൻ ഒരുപാട് ദ്രോഹിക്കുന്നതുകൊണ്ട് തന്നെ രാജീവൻ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നീട് കുട്ടികളുടെ അടുക്കിലേക്ക് സമാധാനിപ്പിക്കാൻ എന്ന പേരിൽ രാഖി ചെല്ലുമ്പോൾ കുട്ടികൾ കൈ തട്ടി മാറ്റുക കേട്ടോ ചെയ്യുന്നത്. അമ്മയെ വേണ്ട, ആരെയും വേണ്ട എന്നുള്ള രീതിയിൽ. രാഖിക്ക് എന്തായാലും കുട്ടികളെ നഷ്ടപ്പെടും രാഖിയുടെ ഈ സ്വഭാവം കാരണം. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അമ്മിണിയമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വരുന്നുണ്ട്. അമ്മിണിയമ്മ പറയുന്നത്, എന്തിനാ ഇനി സങ്കടപ്പെടുന്നത്, ആ ശല്യം പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, രാഗിമുഖി എത്ര കോടിയുടെ സ്വത്താ കിട്ടിയിരിക്കുന്നത്, അതോർത്ത് സമാധാനിച്ചൂടെയും ചോദിക്കുമ്പോൾ രാഗി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അമ്മിണിയമ്മ പേടിച്ച് ഭയന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരതി ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം പിരിയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് രാഖി എത്തുകയാണ് ചെയ്യുന്നത്. രാഖി നേരെ ചെല്ലുന്ന രാജേന്ദ്രൻ്റെയും ജയരാമൻ്റെയും ഒക്കെ അടുക്കലേക്കാണ്. അപ്പോൾ ആരതിയും ഗീതയും എല്ലാവരും ഉണ്ട്. അവിടെ വെച്ച് രാഖി പറയുക കേട്ടോ തീരുമാനം, ഞാനും രാജീവേട്ടനും പിരിയാൻ തീരുമാനിച്ചു, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ ഞാൻ തയ്യാറാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇനി അയാളുമായിട്ട് എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ കുട്ടികളെയും തരാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വീടും തരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് പറയുന്നു. ഇത് ആരതി കേൾക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആരതിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനിയെങ്കിലും ഞാൻ സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ രാജീവൻ്റെയും രാഖിയുടെയും നല്ലൊരു ജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്നത്. ആരതി രാഖിയെ വിളിക്കുന്നുണ്ട്, രാഖിയോട് പറയുന്നുണ്ട്, നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നും നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് നിൻ്റെ കൊച്ചേട്ടനാണെന്നും അതിൻ്റെ ഒരു തെളിവ് ഞാൻ ഇപ്പോൾ നിനക്ക് അയച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ ശശീന്ദ്രനെ അയച്ചു കൊടുത്ത IG രാജേന്ദ്രനെ രാജീവനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന രാഖിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം കൊച്ചേട്ടൻ നടത്തുന്ന ഡ്രാമയായിരുന്നു. ഇതുപോലെ തന്നെയാണ് നിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നിൻ്റെ കൊച്ചേട്ടൻ ശ്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ രാജീവനെ പിരിയരുതെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടിത്തരിക്കുക കേട്ടോ ചെയ്യുന്നത്.